സത്യത്തിൽ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയെടുത്തത് CSI മിഷണറിമാരാണ്. 207 വർഷങ്ങൾക്കപ്പുറത്താണ് കോട്ടയം CMS കോളേജ് എന്ന് പറയുന്ന ആ മഹാവിദ്യാലയത്തിന് തുടക്കം കുറിച്ചത്. അതിനു മുമ്പ് തന്നെ CSI മിഷണറിമാർ കടന്നു വരികയും മലയാളിക്ക് അക്ഷരങ്ങളെ പരിചയപ്പെടുത്തുകയും അറിവിൻ്റെ ലോകത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ അവന് പകർന്നു കൊടുക്കുകയും ചെയ്തത് CSI മിഷണറിമാരാണ്. ബെഞ്ചമിൻ ബെയ്ലിയാണ് ആദ്യത്തെ അച്ചടി ഗ്രന്ഥം ഈ കൊച്ചു കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. പിന്നീട് എത്രയോ വർഷങ്ങൾക്കപ്പുറം ശേഷമാണ് കേരളത്തിലെ വിവിധങ്ങളായ ക്രൈസ്തവ മതവിഭാഗങ്ങൾ, അതിനുശേഷം NSS, SNDS, MES ഒക്കെ പോലുള്ള പ്രസ്ഥാനങ്ങൾ, അതൊക്കെ വളരെ അടുത്ത കാലഘട്ടങ്ങളിലാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്നു. അപ്പോൾ CSI മിഷണറിമാർ കേരളത്തിൽ നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയുടെയും എല്ലാം അടിത്തറ. കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പഠിക്കാനുള്ള അവസരം കേരളത്തിൽ സാർവത്രികമാക്കിയത് ഈ ക്രൈസ്തവ സമൂഹമാണ്. പാവപ്പെട്ട ദളിതർക്കോ പിന്നോക്ക വിഭാഗങ്ങൾക്കോ അമ്പലത്തിൽ പോകാനോ ഈശ്വരനെ തൊഴാൻ പോലും അർഹതയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സരസ്വതി ക്ഷേത്രം, ആ ക്ഷേത്രം മലർക്കെ തുറന്നിട്ട് ജാതി ഏതെന്ന് മതമേതെന്ന് നോക്കാതെ, അവർണനെന്നോ സവർണനെന്നോ നോക്കാതെ അവരെയെല്ലാം അവരുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് അവരെ ജീവിതത്തിന് അടിത്തറ പാകിയത് ഈ മഹാപ്രസ്ഥാനമാണ്.